ഹലോ ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? കുറച്ച് ബേസിക് ആയിട്ടുള്ള HTML ടാഗ്സ് പഠിച്ചല്ലേ? ഇനി നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടാഗ്സ് പഠിക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാനിവിടെ നമ്മുടെ HTML VS കോഡിൽ ഓപ്പൺ ചെയ്തു. എനിക്കിതിൻ്റെ ബേസിക് ആയിട്ടുള്ള ടെംപ്ലേറ്റ് വേണം. ഞാൻ ടെംപ്ലേറ്റ് ആയിട്ട് HTML എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ കൊടുത്തു. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ടെംപ്ലേറ്റ് കിട്ടിയല്ലേ? ഇൻപുട്ട് ടാഗ്സ് തന്നെ ഡിഫറെൻറ്റ് ടാഗ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നമുക്ക് ആദ്യം ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് പഠിക്കാം. ഓക്കെ, അതിനായിട്ട് ഇൻപുട്ട് ടാഗ് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ സെൽഫ് ക്ലോസിങ് ചെയ്യാൻ പറ്റുന്ന ടാഗാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമുക്ക് ഒരു ടാഗ് രണ്ട് രീതിയിൽ ക്ലോസ് ചെയ്യാം. ഇങ്ങനെ ക്ലോസ് ചെയ്യാം, ഇങ്ങനെ ക്ലോസ് ചെയ്യാം, അതായത് രണ്ടായിട്ട് ക്ലോസ് ചെയ്യാം. അതല്ല, ചില ടാഗ്സ് മാത്രം നമുക്ക് സെൽഫ് ക്ലോസിങ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? ഇൻപുട്ട് ടാഗ് ഇതുപോലെ സെൽഫ് ക്ലോസിങ് ചെയ്യാൻ പറ്റുന്ന ടാഗാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പ്രോപ്പർട്ടീസിനെ പറഞ്ഞു കൊടുക്കും. ഒരു ഇൻപുട്ട് കൊടുത്തപ്പോൾ തന്നെ ഇവിടെ ഒരു ബോക്സ് വന്നല്ലേ, ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലേക്ക് പ്രോപ്പർട്ടീസ് നമുക്ക് ഇനി പറഞ്ഞു കൊടുക്കണം. ഓരോരോ പ്രോപ്പർട്ടീസായിട്ട് നമുക്ക് പഠിക്കാം. ഇൻപുട്ട് ടാഗിൽ ഫസ്റ്റ് നമ്മൾ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻപുട്ട്സ് ഉണ്ട് അല്ലേ? നമുക്ക് ഓരോ ടൈപ്പും പറയാം. ഫസ്റ്റ് നമ്മൾ ടൈപ്പ് പറഞ്ഞു. ടൈപ്പ് ഞാനിവിടെ ടെക്സ്റ്റ് ആണ്. ഫസ്റ്റ് ഇൻപുട്ട് ടാഗ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഫസ്റ്റ് ഇൻപുട്ട് ടൈപ്പ് നമ്മൾ ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സിന് ടെക്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും. എന്തും അതിനകത്ത് ടൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനാണ് ടെക്സ്റ്റ് ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് നമുക്കൊരു നെയിം പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഒരു ഇൻപുട്ട് ടാഗിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് നെയിം കൊടുത്തിട്ട് ആ നെയിം വെച്ചായിട്ട് ഇതിൻ്റെ യൂസേജ് ഒക്കെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു പോകുന്ന ടൈമിൽ നമ്മൾ പഠിക്കും. ഓക്കെ, നിങ്ങളിപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഒരു നെയിം എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് പ്ലേസ് ഹോൾഡർ ആണ്. പ്ലേസ് ഹോൾഡർ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻപുട്ട് ടാഗ്സ് എടുക്കുമ്പോൾ അതിൽ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് പോലെ കാണും അല്ലേ? നിങ്ങൾക്ക് ഒരിക്കലും അതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും, ബട്ട് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് പോലെ ഇങ്ങനെ കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ നെയിം എന്ന് കൊടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ, അവിടെ നെയിം എന്ന് പറയുന്ന ഒരു പ്ലേസ് ഹോൾഡർ വന്നു. നമുക്കതൊന്നും ചെയ്യാനോ കോപ്പി ചെയ്യാനോ ഒന്നും പറ്റാത്ത നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ ആ പ്ലേസ് ഹോൾഡർ പോകും. അതായത് യൂസേഴ്സിനെ ജസ്റ്റ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാഗ് അല്ലെങ്കിൽ ഈ ഒരു ഇൻപുട്ട് നെയിം, നിങ്ങളുടെ നെയിം ടൈപ്പ് ചെയ്യാനാണ് എന്ന് അറിയിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ പ്ലേസ് ഹോൾഡർ. ഞാൻ യുവർ നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറും. കണ്ടോ, പ്ലേസ് ഹോൾഡർ. അപ്പോൾ അതിലേക്ക് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് പോകാൻ പറ്റും. കണ്ടോ, എന്തെങ്കിലും നമുക്ക് ഡേറ്റാസ് അതിനകത്ത് ടൈപ്പ് ചെയ്ത് പോകാൻ പറ്റും. ബട്ട് അത് നമുക്ക് ഒരിക്കലും അനോയിങ് ആയിട്ട് നമുക്ക് ഡിസ്റ്റർബിങ് ഒന്നും അല്ല. ഈ നെയിം എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ഒന്നും അല്ല, ജസ്റ്റ് ഒരു ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ, പ്ലേസ് ഹോൾഡർ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റിനെ പറ്റി പഠിച്ചു. ഇതുപോലെ തന്നെ പാസ്വേഡ് ഉണ്ട്. നമുക്കറിയാം, ഒരു ഫോമിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത്, ഫോം എന്ന് പറഞ്ഞാൽ അറിയാം, കുറേ ഇൻപുട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോം ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, യൂസേഴ്സിൻ്റെ ഡേറ്റ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻപുട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ ടെക്സ്റ്റ് പഠിച്ചു. സെക്കൻഡ് ടൈപ്പാണ് പാസ്വേഡ് എന്ന് പറയുന്ന ടൈപ്പ്. അതിൽ ഞാനിവിടെ ഒരു പാസ്വേഡ് ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതേപോലെ സെയിം സിൻടാക്സ് ആണ്, സെൽഫ് ക്ലോസിംഗ് ആണ് ഇൻപുട്ട്. ഇവിടെ ടൈപ്പ് പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രം ഇച്ചിരി ഡിഫറൻസ് ഉള്ളൂ. ടൈപ്പ് ഞാൻ പാസ്വേഡ് പറഞ്ഞു കൊടുത്തു. ഇതിനൊരു ഡിഫറൻസ് ഉണ്ട്, അത് കാണിച്ചു തരാം. അതിന് നമുക്കൊരു നെയിം പ്രോപ്പർട്ടി കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഈ പ്രോപ്പർട്ടീസ് എല്ലാം എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ്. നെയിം ഞാൻ പാസ്വേഡ് എന്ന് കൊടുത്തു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു പ്ലേസ് ഹോൾഡർ കൂടെ കൊടുക്കാം. പാസ്വേഡ് കണ്ടില്ലേ, അവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ പ്ലേസ് ഹോൾഡർ വരും. ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇവിടെ നിങ്ങളുടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ നെയിം കാണിച്ചു തരും അല്ലേ? ഇവിടെ ഞാൻ അതേപോലെ എൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടില്ലേ, ആ പാസ്വേഡിൻ്റെ രീതിയിൽ നമുക്ക് മറ്റൊരാൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഡോട്ട് ആയിട്ടായിരിക്കും അത് കാണിച്ചു തരുന്നത്. കാരണം പാസ്വേഡിൻ്റെ ടൈപ്പ് നമുക്ക് തരുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ഓക്കെ, ഇതിനാണ് നമ്മൾ പാസ്വേഡ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പാസ്വേഡ് ടൈപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ലോഗിൻ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഡോട്ട് അല്ലെങ്കിൽ സ്റ്റാർ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരും. ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ മറ്റൊരാൾക്ക് കാണാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ എന്താണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് പാസ്വേഡ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് ചെക്ക് ബോക്സ് പഠിക്കാം. ചെക്ക് ബോക്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ് കൊടുക്കുമ്പം ഓക്കെ,
ഇവിടെ ചെക്ക് ബോക്സ് കൊടുത്ത് ടൈപ്പ് ചെക്ക് ബോക്സ് കൊടുത്തപ്പോൾ തന്നെ അവിടെ ഒരു ചെറിയ ബോക്സ് വന്നല്ലേ. അപ്പോൾ നമുക്കതിലിങ്ങനെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ടിക്ക് ചെയ്യാനായിട്ടുള്ള നമ്മൾ ചില സമയത്തൊക്കെ ഐ എഗ്രി, ചില പോളിസീസൊക്കെ എഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഇതുപോലുള്ള സംഭവം. നിങ്ങളത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് ബോക്സ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ യെസ് ഓർ നോ, നമുക്ക് ഇങ്ങനെ വാല്യൂ പാസ് ചെയ്യാൻ പറ്റും. നമ്മളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആക്റ്റീവ് ആകുന്ന വാല്യൂ എന്ന് പറയുന്നത് യെസ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കാം. നമുക്ക് ഡിഫറൻറ്റ് നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ സീറോസും വൺസും കൊടുത്ത് ചെയ്യുന്നവരുണ്ട്, യെസ്സും നോയും കൊടുത്ത് ചെയ്യുന്നവരുണ്ട്. ആ രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പ്രൊജക്റ്റിലേക്ക് വരുമ്പം നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തതിനെ പറ്റി ഞാനിവിടെ ഒരു ടെക്സ്റ്റ് കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, ഐ എഗ്രി എന്ന് കൊടുത്തു. കണ്ടില്ലേ, ഐ എഗ്രി. നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനത്തെ ഐ എഗ്രി അല്ലേ. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂസ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ, അല്ലെങ്കിൽ സീറോസ് ആണെങ്കിൽ സീറോ, അല്ലെങ്കിൽ വൺ ആണെങ്കിൽ വൺ. അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ ബോധരാവേണ്ട, നമുക്കത് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത ഒരു ടൈപ്പാണ് റേഡിയോ ബട്ടൺ. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റേഡിയോ ടൈപ്പ് കൊടുക്കുന്നത്. കണ്ടല്ലേ, ഇങ്ങനെ ഒരു ബട്ടൺ. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഒന്നിൽ മാത്രമേ ക്ലിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരെണ്ണം കൂടെ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഞാനിവിടെ മെയില് മെയിലും ഫീമെയിലും കൊടുത്തു. കണ്ടില്ലേ, മെയിലും ഫീമെയിലും. ഇപ്പോൾ ഇവിടെ രണ്ടും നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെ മാറ്റാം എന്നിവിടെ പറഞ്ഞു തരാം. അതിലേക്ക് നമ്മൾ ടൈപ്പ് പറഞ്ഞു കൊടുത്തു. ഇതിലേക്ക് നെയിം പ്രോപ്പർട്ടി, ഇവിടെയാണ് നെയിം പ്രോപ്പർട്ടി ഒരു യൂസേജ് വരുന്നത്. ഇവിടെ ഞാൻ നെയിം പ്രോപ്പർട്ടി കൊടുത്തിട്ട് അതിലേക്ക് ജെൻഡർ എന്ന് ടൈപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഇൻപുട്ടിൽ ഞാൻ നെയിം ഈക്വൽ ടു ജെൻഡർ എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോണം, ഞാൻ ഈ മെയിൽ ക്ലിക്ക് ചെയ്തു, ഫീമെയിൽ ക്ലിക്ക് ചെയ്തു. ഇതിൽ ഒരെണ്ണത്തിൽ മാത്രം ഇത് ആക്റ്റീവ് ആകത്തുള്ളൂ. കാരണം രണ്ടിൻ്റെയും നെയിം ഞാൻ ജെൻഡർ എന്നാണ്, സെയിം നെയിമാണ് കൊടുത്തിരിക്കുന്നത്. ഈ സെയിം നെയിം ഉള്ള ഇൻപുട്ട് ടൈപ്പ് റേഡിയോസ് നമ്മൾ ഒരു ബട്ടണിൽ മാത്രമേ ഒരേ ടൈമിൽ വർക്ക് ചെയ്യത്തുള്ളൂ. ബട്ട് ഇത് കണ്ടില്ലേ, ഇത് അവിടെ സേവ്ഡ് ആയിട്ട് തന്നെ ടിക്ക് എന്ന് കാണിച്ചു തരും. ബട്ട് മെയിലും ഫീമെയിലും നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. മെയിലും ഫീമെയിലും മാത്രമല്ല, ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉള്ള ഏതും നമുക്ക് ഇതുപോലെ റേഡിയോ ബട്ടൺസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലേക്ക് നമുക്ക് സാധാരണ രീതി ഇൻപുട്ടിലേക്ക് പാസ് ചെയ്യുന്ന എല്ലാം പാസ് ചെയ്യും. വാല്യൂ പാസ് ചെയ്യാം. വാല്യൂവിനകത്ത് ഇപ്പം മെയിലാണെങ്കിൽ മെയിൽ, അതുപോലെ തന്നെ വാല്യൂ ഈക്വൽ ടു ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാസ് ചെയ്യും. അതായത് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് ഫീമെയിൽ അല്ല മെയിൽ എന്നായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഫീമെയിൽ ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത് ഫീമെയിൽ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നെയിമിൻ്റെയും നമുക്ക് ഇൻപുട്ട് ടൈപ്പ് കൊടുക്കാൻ പറ്റും. ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഇൻപുട്ട് ഉണ്ട്. അതിൽ ടെക്സ്റ്റ് ഉണ്ട്, പാസ്വേഡ് ഉണ്ട്, ചെക്ക് ബോക്സ് ഉണ്ട്, റേഡിയോ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പ്രോപ്പർട്ടീസിനെ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനെ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് ആട്രിബ്യൂട്ട് നമ്മൾ നെയിം പാസ് ചെയ്യും. അതുപോലെ പ്ലേസ് ഹോൾഡർ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ വാല്യൂ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അതുപോലെ നെയിം വാല്യൂ ഈ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ഇൻപുട്ടിലേക്ക് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അടുത്തൊരു ഇൻപുട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഫയലാണ്. നമുക്കറിയാം ഫയൽസ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട കേസസ് ഒക്കെ വരാറുണ്ട് അല്ലേ. നിങ്ങളുടെ ഇപ്പം ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പോസ്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഫയൽ അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊരു ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഫയൽ കൊടുത്തിട്ട് ഞാനിവിടെ സെൽഫ് ക്ലോസിങ് ചെയ്തു. കണ്ടല്ലേ, ചൂസ് എ ഫയൽ എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ വരും. കണ്ടോ, നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽസ് എല്ലാം കാണിക്കും. ആ ഫയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് ഇൻപുട്ട് ടൈപ്പ് ഫയൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. സബ്മിറ്റ് ടൈപ്പ് ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് യൂസ് ചെയ്യുന്നത് ഈ ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് യൂസ്. ഇതെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ കൺഫ്യൂസിംഗ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ല, സബ്മിറ്റ് മാത്രമേ ഉള്ളൂ.
ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് യൂസ് ചെയ്യുന്നത് സാധാരണ ഫോമിലാണ്. ഫോം എന്ന് പറയുന്ന ടാഗിനകത്താണ് സബ്മിറ്റ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്ത് തരാം. ഇതിലായിട്ട് നമ്മൾ ഫോം എന്ന് പറയുന്ന ഒരു ടാഗ് യൂസ് ചെയ്യും. നിങ്ങളിപ്പോൾ യൂസ് ചെയ്ത എല്ലാ ടാഗ്സും നമുക്ക് അതിനകത്ത് ഫോമിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഞാനൊരു ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് എന്ന് കൊടുത്തു, ടെക്സ്റ്റ് കൊടുത്തു, സെൽഫ് ക്ലോസ് ചെയ്തു, ഒരു പ്ലേസ് ഹോൾഡർ കൂടെ കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. പ്ലേസ് ഹോൾഡർ കൊടുത്തു, ഇമെയിൽ, അതുപോലെ തന്നെ പാസ്വേഡ്, പ്ലേസ് ഹോൾഡറിനകത്ത് പാസ്വേഡ് കൊടുത്തു. ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇപ്പം കണ്ടില്ലേ, ഈ രണ്ട് ഡേറ്റ നമ്മൾ കൊടുത്ത ഈ രണ്ട് ഇൻപുട്ടും ഇതിനകത്ത് ഈ ഫോമിനകത്താണ് വരുന്നത് അല്ലേ, ഈ ഫോമിനകത്താണ് വരുന്നത്. അതായത് ഇതിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്തൊരു ഫോമായിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റും. ഇതിനാണ് ഈ ഫോം ടാഗ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഫോം ടാഗ് ഇങ്ങനെ യൂസ് ചെയ്യുന്നതിനകത്ത് നമുക്ക് കുറേ ആട്രിബ്യൂട്ട്സ് ഒക്കെ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് കൂടി ഇതിൻ്റെ താഴെ കൂടി ഒരു ബട്ടൺ വേണം, ഒരു സബ്മിറ്റ് ബട്ടൺ വേണം. ഓക്കെ, നമുക്കല്ലെങ്കിൽ ഈ സബ്മിറ്റ് മാറ്റിയിട്ട്, ഓക്കെ സബ്മിറ്റ് കിടന്നോട്ടെ, കുഴപ്പമില്ല. ഞാനിവിടെ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കാം. ലോഗിൻ എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്ത് കൊടുത്തു. ആ ലോഗിൻ ഇവിടെ നമുക്ക് കാണിച്ചു തന്നു അല്ലേ. ഇൻപുട്ട് ടൈപ്പ് നമ്മൾ ഇമെയിലും അതുപോലെ തന്നെ പാസ്വേഡും പറഞ്ഞു കൊടുത്തു. ഒരു ലോഗിൻ ബട്ടൺ, ജസ്റ്റ് രണ്ട് ലോഗിൻ്റെ ഒരു ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മൾ ഫോം ടാഗ് യൂസ് ചെയ്തു. ഫോം ടാഗിനകത്ത് നമ്മുടെ ഇൻപുട്ട് ടൈപ്പ്, രണ്ട് ഇൻപുട്ട്സ് പാസ് ചെയ്ത് നമുക്ക് ഈ പറയുന്ന ഇൻപുട്ട്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെല്ലാം നമുക്കൊരു അലൈൻ ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എന്തിനാണ് ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫോമിനകത്ത് നമുക്ക് വേറൊരു ആട്രിബ്യൂട്ട് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓൺ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓൺ സബ്മിറ്റിൽ എന്താണോ നടക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഒരു ഫംഗ്ഷൻ ആയിരിക്കാം, അത് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്ന സമയത്ത് പറയാം. നിങ്ങൾ എന്ത് കോഡ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നോ, നിങ്ങൾ ഈ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണോ നടക്കേണ്ടത് അത് അവിടെ നടക്കും. ഒരു ആക്ഷൻ അവിടെ നടക്കും. ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ലോഗിൻ ചെയ്യുമ്പോൾ എന്താ നടക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഡേറ്റാസ് ബാക്ക് എൻഡിലേക്ക് പോകണം, എന്നിട്ട് അവിടെ ഒതൻറ്റിക്കേറ്റ് ചെയ്തിട്ട് അവിടെ നമുക്കൊരു റെസ്പോൺസ് കിട്ടണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആക്ഷൻസ് ഒക്കെ ഓൺ സബ്മിറ്റിനകത്ത് എഴുതുന്നത്. അത് സാധാരണ ഫംഗ്ഷൻസ് ആയിരിക്കും. അത് ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇങ്ങനൊരു മെത്തേഡ്, ഫോമിനകത്ത് ഇങ്ങനൊരു ഓപ്ഷൻ, ഇങ്ങനൊരു ആട്രിബ്യൂട്ട് പാസ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം നിങ്ങൾക്ക് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ മെത്തേഡൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം, ആ ടൈമിൽ പഠിക്കാം. ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്ന ടൈമിൽ ഫോം ഞാൻ ഒന്നുകൂടെ എടുത്തു തരുന്നുണ്ട്, ആ ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻപുട്സിനെ പറ്റി ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, എന്താണ് ഇൻപുട്ട്, എന്താണ് ഫോം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് അല്ലാതെ തന്നെ നമുക്ക് വേറൊരു ടാഗ് ഉണ്ട്, ബട്ടൺ എന്ന് പറയുന്ന ഒരു ടാഗ്. ബട്ടൺ എന്ന് പറയുന്ന ടാഗിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെയിം പർപ്പസ് തന്നെയാണ്. ബട്ടൺ എന്ന് പറയുന്നതിന് ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റിൻ്റെ സെയിം പർപ്പസ് ആണ്. ബട്ട് ഇതിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഈ ഫോമിനകത്ത് ഓൺ സബ്മിറ്റുമായിട്ട് ഈ ഒരു ബട്ടണ് മാത്രം ഒരു ബന്ധവും ഇല്ല. അതായത് നിങ്ങൾ ഈ ബട്ടണകത്ത് എന്തെങ്കിലും ആക്ഷൻ നിങ്ങൾക്ക് പെർഫോം ചെയ്യണമെങ്കിൽ അത് ഓൺ സബ്മിറ്റിനകത്ത് വർക്ക് ചെയ്യത്തില്ല. ഓൺ സബ്മിറ്റ് എപ്പോഴും ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റിനകത്ത് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അത് ഫോമിനകത്താണ് വരേണ്ടത്. ഓക്കെ, അതായത് ഓൺ സബ്മിറ്റിൽ എഴുതി കൊടുക്കുന്ന ഫംഗ്ഷൻ നമുക്ക് ബട്ടണിനകത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് കൊണ്ടുവരാൻ ഓൺ സബ്മിറ്റിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു അത് ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റിലേ വർക്ക് ചെയ്യത്തുള്ളൂ. രണ്ടിൻ്റെയും പർപ്പസ് ഒന്നാണ്. ബട്ട് നിങ്ങൾക്ക് ഫോം ഇല്ലാത്ത കേസുകളിൽ, ഇപ്പോൾ ഫോം ഒന്നും ഇല്ല, ജസ്റ്റ് ഫോമും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതി ബട്ടൺ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടൺ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് ഫോമിൻ്റെ ആവശ്യമില്ല. ബട്ട് ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റിന് ഫോമിൻ്റെ ആവശ്യമുണ്ട്. ഫോം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോമിൽ ഓൺ സബ്മിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് വർക്ക് ചെയ്യത്തുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ കുറേ ടാഗ്സ് പഠിച്ചല്ലയോ, ഫോം ടാഗ്. ഞാൻ ഫോം ടാഗിനെ പറ്റി പറഞ്ഞു. അതിൽ നമ്മൾ ആക്ഷനല്ല ഓൺ സബ്മിറ്റ് കൊടുത്തു അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ഫോം ടാഗിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു രണ്ട് ആട്രിബ്യൂട്ടുകളുണ്ട്. ഞാൻ പറഞ്ഞു തരാം. അത് ആക്ഷൻ എന്ന് പറയാം. ഒന്നെങ്കിൽ ഓൺ സബ്മിറ്റ് അല്ലെങ്കിൽ ആക്ഷൻ. ആക്ഷനകത്ത് നമ്മൾ എന്ത് എഴുതി കൊടുക്കുന്നു, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ഫയലിൻ്റെ നെയിമാണ് എഴുതി കൊടുക്കുന്നത്, പ്രോസസ്
.js എന്നൊരു ഫയലാണ്. ഈ ആക്ഷനകത്ത് കൊടുക്കുന്ന ഫയലിലേക്ക് ഇത് പോയിട്ട് അവിടെ പർട്ടിക്കുലർ ആയിട്ടുള്ള ആക്ഷൻ അവിടെ നടക്കും. നമ്മൾ എന്ത് എഴുതി കൊടുക്കുന്നോ ആ കോഡ് ഈ ആക്ഷനകത്ത് സെയിം ഓൺ സബ്മിറ്റിൻ്റെ സെയിം പർപ്പസ് ആണ് ആക്ഷനും വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. മെത്തേഡിനകത്ത് നമുക്ക് പോസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ഡാറ്റ എവിടോട്ടെങ്കിലും നമുക്ക് സെൻഡ് ചെയ്യണം, ഒരു സെർവറിലേക്ക് വല്ല നമുക്ക് സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെത്തേഡ് പോസ്റ്റ് യൂസ് ചെയ്യും. രണ്ട് ടൈപ്സ് ഓഫ് മെത്തേഡാണ് ഉള്ളത്. 2 ടൈപ്സ് ഓഫ് മെത്തേഡ്സ്. ഒന്നെന്ന് പറയുന്നത് ഗെറ്റ് മെത്തേഡും അടുത്തത് പോസ്റ്റ് മെത്തേഡും. ഈ ഗെറ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ ബാക്ക് എൻഡിൽ നിന്ന്, അതായത് സെർവറിൽ നിന്ന് നമുക്ക് എടുക്കണമെങ്കിൽ യൂസറിൻ്റെ സൈഡിലേക്ക് നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങളുടെ ബ്രൗസറിൽ കാണിച്ചു തരണമെങ്കിൽ നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യും. അതല്ല നിങ്ങളുടെ യൂസറിൻ്റെ സൈഡിൽ നിന്ന്, അതായത് നമ്മുടെ ലോഗിൻ ഫോം നിങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി, യൂസറിൻ്റെ സൈഡിൽ നിന്നും അങ്ങോട്ട് ഡേറ്റാസ് സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പോസ്റ്റ് യൂസ് ചെയ്യും. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് മെത്തേഡ് പറയുന്നുണ്ട്. ഇതുപോലെ മെത്തേഡ് നമുക്ക് നമ്മളുടെ ഫോമിനകത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഒരു ഫോം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് സെറ്റാക്കി നോക്കുക. ഒരു ഫോമിനകത്ത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫോം ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാവും.